ഇതുപോലുള്ള ഹാർഡ് ഡിസ്കുകളിലെ ഡേറ്റ റിക്കവറി അത്യാവശ്യം നല്ലൊരു തൊഴിൽ സാധ്യതയുള്ള മേഖലയും അതുപോലെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖല കൂടിയാണത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഇങ്ങനെയുള്ള കോഴ്സ് എവിടെയാണ് പഠിപ്പിക്കുന്നത്, ഇതിൻ്റെ ഫീസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും ഓൺലൈനായിട്ട് ചേർന്ന് പൈസ കൊണ്ട് കളയാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നമ്മൾ നേരിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെൻറ്ററുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീസും ആകും. അതുപോലെ നമുക്കിത് വീഡിയോ മുഖേന പഠിപ്പിക്കുന്നതിലും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഹാർഡ് ഡിസ്കിൻ്റെ മെയിൻ ആയിട്ടുള്ളത് 4 പാർട്സാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് ഈ കാണുന്ന ഒരു PC ബോർഡ്. രണ്ടാമത്തെ പാർട്സാണ് ഹെഡ്. ഇതിപ്പോൾ ഒരു കംപ്ലൈൻ്റ് ആയ ഹെഡ് ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള പാർട്ടാണ് ഈ കാണുന്ന ഒരു പ്ലേറ്റ് ഡിസ്ക്. ഈ ഒരു ഡിസ്കിലാണ് ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതെല്ലാം. നാലാമത്തെ പാർട്ടാണ് ഈ ഒരു പ്ലേറ്റ് ഡിസ്ക് കറങ്ങാൻ ഉപയോഗിക്കുന്ന മോട്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്കുകളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നന്നാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മിക്കതിലും കാണുന്നത് ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്കുകളുടെ ബോർഡൊക്കെ അഴിച്ചെടുത്ത് ഇതിൻ്റെ കണക്ടറൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും ഇടുമ്പോൾ വർക്ക് ചെയ്ത് കിട്ടുന്ന രീതിയിലൊക്കെയുള്ളതായിരിക്കും കാണുന്ന വീഡിയോസ്. അതല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിലിരിക്കുന്ന പഴയ ബോർഡ് മാറ്റി ആ ഒരു സെയിം മോഡൽ വേറെ ഹാർഡ് ഡിസ്കിൻ്റെ ബോർഡ് എടുത്ത് റീപ്ലേസ് ചെയ്ത് വെക്കുമോ അതല്ലെങ്കിൽ പുതിയ ബോർഡ് വെച്ചോ ഹാർഡ് ഡിസ്കുകളൊക്കെ വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും മിക്ക വീഡിയോസിലും കാണിക്കുന്നത്. ഇതിപ്പം എക്സാമ്പിളായിട്ട് കാണിക്കാനായിട്ട് ഞാൻ ഈ ഒരു ഹാർഡ് ഡിസ്കിലെ ബോർഡ് മാറ്റിയിട്ട് സെയിം മോഡൽ വേറൊരു ബോർഡാണ് ഇപ്പം വെച്ച് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഴയ ബോർഡ് മാറ്റി പുതിയ ബോർഡ് വെച്ചുകൊണ്ട് മാത്രം ഈ ഒരു ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്യില്ല. പഴയ ബോർഡിലെ ബയോസ് ചിപ്പ് കൂടി റീപ്ലേസ് ചെയ്യണം പുതിയ ബോർഡിലേക്ക്, എങ്കിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്ത് കിട്ടുള്ളൂ. അല്ലാതെയും ചെയ്യാൻ പറ്റിയ മാർഗ്ഗങ്ങളുണ്ടാവും. ഞാൻ പഠിച്ചേക്കുന്ന രീതി അങ്ങനെയാണ്. അതുപോലെ ഹാർഡ് ഡിസ്കുകൾ ഇങ്ങനെയുള്ള ബോർഡുകൾ, ഈ ബോർഡുകൾ നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകളെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കുന്നതും അത് പരിഹരിക്കുന്നതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ മിക്കവർക്കും പറ്റുന്ന മറ്റൊരു അബദ്ധം, പ്രൈവറ്റ് ഡേറ്റയ്ക്കുള്ള ഹാർഡ് ഡിസ്കുകൾ കംപ്ലൈൻറ്റ് ആകുമ്പോൾ അത് പുറത്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കണ്ട് സ്വയം നന്നാക്കി എടുക്കാൻ നോക്കും. അതിൽ മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ് പഴയ ബോർഡ് മാറ്റി പുതിയ ബോർഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പുതിയ ബോർഡ് വെച്ചാലും വർക്ക് ചെയ്ത് കിട്ടാത്തതിൻ്റെ കാരണം ബയോസ് ചിപ്പ് റീപ്ലേസ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹാർഡ് ഡിസ്കുകളൊക്കെ ബോർഡ് കംപ്ലൈൻറ്റ് ആകുന്ന കൂടെ ഹെഡും കംപ്ലൈൻറ്റ് ആവാറുണ്ട് ചിലതൊക്കെ. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഒരു ഹെഡ്, ഇത് ബോർഡ് ഷോർട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഹെഡും കംപ്ലൈൻറ്റ് ആയതാണ്. ഈ ഒരു ഹെഡിലേക്കുള്ള സ്ട്രിപ്പെല്ലാം കത്തി എഴുതിയിരിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ബോർഡ് നന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ബോർഡുകൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന കംപ്ലൈൻറ്റ് കപ്പാസിറ്ററൊക്കെ ഷോർട്ടാകുന്നതാണ്. പിന്നെ ഈ ഒരു ഹെഡാണ് കംപ്ലൈൻറ്റ് ആകുന്നെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാനാണ് പറ്റുള്ളൂ, നന്നാക്കി എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പ്ലേറ്റ് ഡിസ്ക് അങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യം പൊതുവേ വരാറില്ല. ഇത് അടിച്ച് മാറ്റേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു മോട്ടർ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിലാണ്. പിന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ളതും ഒരുപാട് ഉപയോഗിച്ച ഹാർഡ് ഡിസ്കുകളൊക്കെ ആണെങ്കിലും ഇത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യാതെ വരും, അങ്ങനെയും ഹാർഡ് ഡിസ്ക് റീഡാകാതെ വരും. അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്താം.